ഓണം സ്പെഷ്യൽ നമ്പർ 9 തേങ്ങ അരിസി ഇലയട. പായസം ഉണ്ടാക്കിയില്ലേ? തേങ്ങാപ്പീര കളയാൻ വരട്ടെ. അത് വെച്ച് നമുക്കൊരു ഇലയട ഉണ്ടാക്കിയാലോ? ആദ്യം 2 ദിവസം തേങ്ങാപ്പീര വെള്ളത്തിലിട്ട് വെക്കാം. 3-ാമത്തെ ദിവസം ആ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു വെക്കുക. ഇനി 4-ാമത്തെ ദിവസം അന്ന് വേണം കേട്ടോ ഉണ്ടാക്കാൻ. അപ്പൊ 1 ഗ്ലാസ് ദൊപ്പിയരിയോ ഇഡ്ലി റൈസോ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇവിടെ ഒരു തേങ്ങയുടെയാണ് കേട്ടോ പറയുന്നത്. കുതിർത്ത് വെച്ചിരിക്കുന്ന ദൊപ്പിയരി നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച് കിട്ടുന്ന പൊടിയിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. പിന്നീട് എരിവിനനുസരിച്ച് മുളക് പൊടിയും കാന്താരി മുളകും കായപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇലയടയുടെ മാവ് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി തൂവി കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി നമ്മുടെ മാവ് വാഴയിലയിലോ വട്ടയിലയിലോ വെച്ച് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ അരിസി ഇലയട റെഡിയായി. അപ്പൊ ഇനി ആരും തേങ്ങാപ്പീര ഒന്നും കളയണ്ട കേട്ടോ. എല്ലാരും ട്രൈ ചെയ്യൂലല്ലേ?